Okay, the simple pendulum. Clocks that measures time accurately could be made only after the discovery of the simple pendulum by the Italian scientist Galileo Galilei. So, നമ്മൾ പഠിച്ചു earlier നേരത്തെയൊക്കെ മനുഷ്യർക്ക് കൃത്യമായിട്ടൊരു സമയവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം പിന്നെ അവര് ഇങ്ങനെ ഓരോ സയന്റിസ്റ്റ് ഓരോ ഇൻവെൻഷൻ നടത്തുന്നതാണ്. ക്ലോക്ക് എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ ചെറിയ സിമ്പിൾ ഇൻവെൻഷൻ ആണ്. പക്ഷേ സിമ്പിൾ ഇൻവെൻഷൻ ആണെങ്കിൽ പോലും ഒരു ക്ലോക്കിന്റെ പ്രവർത്തനം ഒരു ബാറ്ററിയിലാണ് ഇത് ഇങ്ങനെ കൃത്യമായിട്ട് ടൈം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ സിമ്പിൾ ഇൻവെൻഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. മറ്റ് ഇൻവെൻഷൻ പോലെ തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തന്നെയാണ്. ഒന്ന് എങ്ങനെ ആ ഒരു രീതിയിലേക്ക് മനുഷ്യൻ ഇപ്പോൾ അത് വളരെ സിമ്പിൾ ആണ്. കാരണം ഇപ്പോൾ അത് കോമൺ ആയി കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ ചെറിയ കുഞ്ഞിന്റെ കയ്യെ വരെ വാച്ച് ഉണ്ട് അല്ലേ? ഇലക്ട്രോണിക്കൽ ആയിട്ടുള്ളതുണ്ട്, ഡിജിറ്റൽ ആയിട്ടുള്ളതുണ്ട്, സാധാരണ ക്വാർട്സ് വാച്ചുകളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അതൊരു കോമൺ തിങ് ആയതുകൊണ്ട് നമുക്കൊരു ഇതില്ല. പക്ഷെ ഫസ്റ്റ് ടൈം ഈ ക്ലോക്ക് ഒക്കെ ഇൻവെന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഓരോ സാധനങ്ങൾ ഇൻവെൻഷൻ നടത്തി അതൊന്ന് സെറ്റാക്കി വരിക എന്ന് പറഞ്ഞാൽ റിയലി ഇറ്റ് ഈസ് എന്താ പറയുക ഹാർഡാണ്. അപ്പം ക്ലോക്സ് ദാറ്റ് മെഷർ ടൈം ആക്യുറേറ്റ്ലി കുഡ് ബി മെയ്ഡ് ഓൺലി ആഫ്റ്റർ ദ ഡിസ്കവറി ഓഫ് ദ സിമ്പിൾ പെൻഡുലം ബൈ ദ സയന്റിസ്റ്റ് കോൾഡ് ഗലീലിയോ ഗലീലിയ. ഗലീലിയോ ഗലീലിയോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് പെൻഡുലം ഉണ്ടാക്കിയതിനു ശേഷം ആണ് പിന്നീട് ക്ലോക്സുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അതായത് ഫസ്റ്റ് പെൻഡുലം ഉണ്ടാക്കി അയാൾ സയന്റിസ്റ്റ് ആണ്, ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിനു മുമ്പേ സമയം കണ്ടുപിടിച്ചിട്ടില്ലേ? ഇല്ല, അതല്ല നമ്മൾ പറഞ്ഞ ഏർലിയർ മാൻ അവരൊരു കൃത്യമായ സമയം എന്ന് പറയുന്ന കൃത്യമായ ആക്യുറേറ്റ് ആയിട്ടുള്ള സമയം അവർക്കില്ലായിരുന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഷാഡോ നോക്കിയും സണ്ണിന്റെ പൊസിഷൻ നോക്കിയൊക്കെ ആയിരുന്നു പഴയ കാലത്ത് മനുഷ്യർ ഏകദേശം ഒരു സമയം ഊഹിച്ചിരുന്നത്. പക്ഷെ അത് ആക്യുറേറ്റ് അല്ല. ഒരു 5 മണിയായി കാണും, അല്ലെങ്കിൽ 7 മണിയായി കാണും, അങ്ങനെ ഒരു ഇമാജിനേഷനിൽ പറയുന്നതാണ്. ഏകദേശം സണ്ണിന്റെ മിസ് പറഞ്ഞില്ലേ വേൾഡ് ഫുള്ള് വിളിച്ചിട്ട് ഒരു സമയം ഇതുവാക്കിനാ? അത് 1960-ലാണ് അത് അങ്ങനെ ആക്കിയത്. അതിനു മുന്നേ ക്ലോക്ക് ഒക്കെ ഇൻവെന്റ് ചെയ്തു. അതുവരെ അതിന് മുന്നേ, അതായത് ഇപ്പം 2020 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈം. 2021 ആണ് ഇപ്പം സെഞ്ചുറി അല്ലേ? അപ്പൊ നമ്മുടെ ഇയർ എന്ന് പറയുന്നത് 2021. അപ്പം ഇത്രയും കാലത്തെ ജീവിതം ഉണ്ട് മനുഷ്യരുടെ. ആ കാലഘട്ടത്തിലൊന്നും ആദ്യ കാലഘട്ടത്തിലൊന്നും ടൈമില്ല. അപ്പം ഗലീലിയോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് പെൻഡുലം കണ്ടുപിടിച്ചതിന് ശേഷം, പെൻഡുലത്തിന്റെ മൂവ്മെന്റും കാര്യങ്ങളും അങ്ങനെ മോഷനും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ക്ലോക്ക് ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിൽ ക്ലോക്കിന്റെ സെറ്റിങ്. അപ്പോൾ കറക്റ്റ് ടൈമായി. അതിനു മുന്നേ വരെ ഏകദേശ സമയമായിരുന്നു. ഒരു 3 മണിയായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല നിഴലൊക്കെ വെച്ച് അളക്കുമ്പോൾ 9 മണിയായിട്ടുണ്ടോ 9:15 ആ രീതിയിൽ. പക്ഷെ 9:15 കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല, ഏകദേശം ഒരു സമയമായിരുന്നു അതിനു മുന്നേ വരെ. Okay, so Galileo Galilei invented a simple pendulum. Pendulum by the Italian scientist Galileo Galilei. He discovered that if a mass hung from a fixed point is made to swing freely, it always completes a 1 to and fro motion in exactly the same time. So, scientist Galileo Galilei, he is an Italian scientist. He invented that if a thing or a mass tied to a string from a certain height, and if we allow it to move in to and fro, it will move in exactly the same point. എന്ന് പറഞ്ഞാൽ ഈ ഗലീലിയോ ഒരു ഇൻവെൻഷൻ നടത്തി കണ്ടുപിടിച്ചു. എന്തെന്ന്? ഒരു സാധനം എന്തെങ്കിലും ഒരു വള്ളിയിൽ ചരടിൽ തൂക്കിയിട്ടിട്ട് നമ്മൾ അതിനെ മൂവ് ചെയ്യാൻ സമ്മതിച്ചാൽ, മേളിൽ മൂവ്മെന്റ് ഇല്ല, അതായത് ടോപ്പ് പാർട്ടിൽ മൂവ്മെന്റ് ഇല്ല, അതിനുശേഷം നമ്മൾ മൂവ് ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ it will move the same, it will take the same time. നമ്മൾ സ്വിങ്ങിന്റെ കാര്യം പറഞ്ഞ പോലെ സ്വിങ്ങിന്റെ മേൽവശം അനങ്ങുന്നില്ല, താഴ്വശമാണ്. അപ്പൊ നമ്മൾ ശരിക്കും അതിനൊരു ഒരേ ഇതിൽ തന്നെ പോകും. പക്ഷെ സ്വിങ്ങിൽ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് അതിന് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും അല്ലെ? ഊഞ്ഞാല് സ്പീഡിലാടണമെങ്കിൽ സ്പീഡിലാടും, കുറച്ചാടണമെങ്കിൽ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ അല്ലാത്ത രീതിയിൽ ഇതിങ്ങനെ ആക്കുകയാണെങ്കിൽ സെയിം ടൈം കൊണ്ട് സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്യുമെന്ന് ഈ സയന്റിസ്റ്റ് കണ്ടുപിടിച്ചു. പെൻഡുലം, അതാണ് പെൻഡുലം എന്ന് പറയുന്നത്. അപ്പം thus the moment of periodic motion and can therefore use to measure time. അപ്പോൾ ഇങ്ങനെ ദാറ്റ് ഈസ് കോൾഡ് പീരിയോഡിക് മോഷൻ. അപ്പോൾ ഈ പീരിയോഡിക് മോഷനിൽ കറക്റ്റ് ഒരേ ടൈമിൽ ഒരേ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം മെഷർ ചെയ്യാൻ പറ്റുമെന്നും നമ്മുടെ ഗലീലിയോ കണ്ടുപിടിച്ചു.
A simple pendulum consists of a small mass like a small metal ball called bob tied to a string. സോ പെൻഡുലം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ മനസ്സിലേക്ക് വരുന്ന താഴെ ഒരു സാധനം ഇങ്ങനെ ഒരു സ്ട്രിങ്ങിൽ അല്ലെങ്കിൽ നൂലിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു കുറച്ച് വെയിറ്റ് ഉള്ള ഒരു സാധനം. അതാണ് അതിന് നമ്മൾ പറയുന്ന ആ സാധനത്തെ പറയുന്ന പേരാണ് ബോബ് എന്ന് പറയുന്നത്. സിമ്പിൾ പെൻഡുലം കൺസിസ്റ്റ് ഓഫ് സ്മോൾ മാസ് ലൈക്ക് എ സ്മോൾ മെറ്റൽ ബോൾ. ഒരു ചെറിയ ബോൾ പോലത്തെ ഒരു സാധനം താഴെ തൂങ്ങിക്കിടക്കുക. നമുക്കറിയാം, കണ്ടില്ല യെല്ലോ കളറിലുള്ള പേജ് 160 ഫിഗർ. കെൻ യു സീ? കാണ്ട് യു സീ? Okay, that is that a ball like thing is called a bob, and it is tied to a string. ഒരു നൂലിന്റെ അറ്റത്ത് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. The other end of the string is tied to a fixed support. ഇതിന്റെ മേൽഭാഗം എന്ത് ചെയ്യുന്നില്ല? No movement at all. ആ നൂലിന്റെ മേൽവശം അങ്ങനെ തന്നെ, it is a fixed to a support. അതിന് മേളില്, അതായത് ഈ ത്രെഡ് നമ്മളിപ്പോ കാണുന്ന പെൻഡുലത്തിന്റെ മേൽവശം അനങ്ങുന്നേ ഇല്ല. അതൊരു സാധനത്തിൽ ഫിക്സ്ഡ് ആക്കി വെച്ചേക്കാണ്. ബട്ട് താഴെ ഭാഗമാണ് നീങ്ങുന്നത്. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഹൗ ലെന്തി ഈസ് ദ സ്ട്രിങ്, ദ മൂവ്മെന്റ് വിൽ ബി ഡിപ്പെൻഡിങ് അപ്പോൺ ദാറ്റ്. അതായത് എന്താടാ ഷോണപ്പ? The length of the string depends upon its distance that it covers and the time it takes. നീളം കുറഞ്ഞ നൂലാണെങ്കിൽ ചെറിയ ദൂരമേ പോകുള്ളൂ. നീളം കൂടിയ നൂലാണെങ്കിൽ എന്ത് സംഭവിക്കും? കുറേയും കൂടെ ദൂരം കവർ ചെയ്യും. നമുക്കറിയാം, ഊഞ്ഞാല് കെട്ടിയാൽ നമുക്കറിയത്തില്ലേ, ചെറിയ മക്കൾക്ക്, മീൻസ് ദോസ് ഹു ആർ 5 years 4 years and all old, they may not be, we are not allowing them to sit on the long string, the long swing which is tied. എന്ന് വെച്ചാൽ നീളമുള്ള ഊഞ്ഞാലയിൽ ചെറിയ മക്കളെ ഇരുത്താറില്ല, അതിൽ വലിയ ആൾക്കാരായിരിക്കുന്നത്. കാരണം അത് കുറേ ദൂരം പോകും, കുഞ്ഞുങ്ങൾ പേടിച്ചു പോകും, ചിലപ്പം എന്ത് സംഭവിക്കും? കൈവിട്ട് പോകുക, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട് അല്ലേ, കുഞ്ഞുമക്കൾ. അപ്പം നമ്മൾ വളരുന്നതനുസരിച്ച്, നമ്മളിപ്പോൾ ഒരു പാർക്കിലൊക്കെ പോയെന്നാൽ തന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ആടാൻ ചെറിയ ഊഞ്ഞാലും, വലിയ കുട്ടികൾ, നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് ആടാൻ കുറച്ചും കൂടെ വലുത്, ഇനി ടീച്ചേഴ്സിനെ പോലെയുള്ള വലിയ ആൾക്കാർക്കാണെന്ന് ഒരു ആടുന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ നീളമുള്ള ഊഞ്ഞാലുമായിരിക്കും അല്ലെ. അപ്പൊ എന്താ വെച്ചാൽ അത് എന്തിനങ്ങനെ ത്രെഡില് അല്ലെങ്കിൽ അതിന്റെ സ്ട്രിങ്ങില് വള്ളിയിലൊക്കെ വ്യത്യാസം വരുത്തുന്നത്? ബിക്കോസ് നീളം കൂടുതലാണെങ്കിൽ കൂടുതൽ ദൂരം കവർ ചെയ്യും. അപ്പൊ നമ്മുടെ ഇപ്പൊ ഈ പെൻഡുലത്തിന്റെ ഇതും തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. പെൻഡുലത്തിന്റെ സ്ട്രിങ്ങിന്റെ നീളം അനുസരിച്ച് പെൻഡുലം കവർ ചെയ്യുന്ന ദൂരം ഡിഫറൻസ് വരും. When the pendulum is at rest, it is in its mean position 0. നമുക്ക് ഇവിടെ ചിത്രത്തിൽ നോക്കിയേ, പേജ് 160 തന്നിരിക്കുന്ന, see the picture figure 14.3 0 എന്ന് തന്നിരിക്കുന്നു. കണ്ടോ നിങ്ങള്? ബോബിന്റെ കറക്റ്റ് ആയിട്ടുള്ള അതാണ് ശരിക്കും. ഇനി എ ആൻഡ് ബി ഈസ് ഗിവൻ ദർ. വൺ സൈഡിൽ എയും അനദർ സൈഡിൽ ബിയും തന്നിട്ടുണ്ട്. ദാറ്റ് ആസ് ദ ബോൾ മൂവ്സ് ഇറ്റ് റീച്ചസ് ടു എ ആൻഡ് ഇറ്റ് റിട്ടേൺ ബാക്സ് അഗെയിൻ ആൻഡ് ടു 0. അഗെയിൻ ഇറ്റ് വിൽ ഗോ ടു ബി. ഫ്രം ബി അഗെയിൻ ഇറ്റ് വിൽ കം ടു 0, 0 to A to 0, 0 to B, ലൈക്ക് ദാറ്റ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഈ എ വരെ പോകുന്നത് എന്ന് പറയുന്നത് ഈ ത്രെഡിന്റെ നീളം അനുസരിച്ചായിരിക്കും. ഇപ്പൊ ത്രെഡ് അത്ര നീളമില്ലെങ്കിൽ അത്രയും പോകത്തില്ല. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. Miss. Suspended by a light in simple pendulum.
A simple pendulum consists of a metal bob suspended by a light inextensible string from a fixed point. Let us now get familiar with the terms that we come across while learning a simple pendulum. The length of a simple pendulum is the distance from the point of suspension മിസ് മ്യൂട്ടാ. മിസ്സേ ഒന്നും കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാവോ? Yes, miss. ഓക്കെ, ഞാൻ പറയാം. A simple pendulum consists of a metal ഓക്കെ, ദിസ് ഈസ് ബോബ്. ഇത് ബോബ് ആൻഡ് ഇവിടെ സ്ട്രിങ് ഉണ്ട്. സ്ട്രിങ് ഇവിടെ കെട്ടി ഇട്ടിരിക്കുന്നത് നമുക്കിപ്പോൾ ഇവിടെ ബ്ലാക്ക് കളർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. ആൻഡ് സി ദിസ് ഈസ് എ ഫിക്സ്ഡ് പൊസിഷന്. ഇവിടെ ദർ ഇസ് നോ മൂവ്മെന്റ് ഫോർ ദിസ്. ഇവിടുന്ന് ഒരു മൂവ്മെന്റും ഇല്ല, അനക്കമൊന്നുമില്ല, മൂവേ ഇല്ല, മോഷൻ ഇല്ല. പക്ഷെ ഈ സ്ട്രിങ് പിന്നെ മൂവ് ചെയ്യും, ഈ ബോളും മൂവ് ചെയ്യും. metal bob suspended by a light inextensible string from a fixed point. Let us now get familiar with the terms that we come across while learning a simple pendulum. The length of a simple pendulum is the distance from the point of suspension to the center of gravity of the Okay, see the length of this string or thread which we have used to tie the bob. See, if the string is this much only, ഇത്രയും നീളമേ ഉള്ളുവെങ്കിൽ ഈ bob. ഇവിടം മുതൽ ഇവിടം വരെയുള്ള നീളം അത് ഇത്രയേ കാണുള്ളൂ അല്ലെ, അത്രയും ഇതിന് മൂവ്മെന്റ് ഉണ്ടാവുകയുള്ളൂ, മൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി ഇഫ് ദ ലെന്ത് ഈസ് ദിസ് മച്ച് പാർട്ട് ദേ ക്യാൻ മൂവ്, മീൻസ് ഇങ്ങനെ ഇവിടം വരെ ആടും, തിരിച്ചിങ്ങോട്ടാടും, തിരിച്ചിങ്ങോട്ടാടും, ഇങ്ങനെ. ഓക്കെ, സിൻസ് ദിസ് ഹാസ് ദിസ് മച്ച് ഓഫ് ലെന്ത്, ഈ സ്ട്രിങ്ങിന് ഇത്രയും നീളം ഉള്ളത് കൊണ്ട് ഇറ്റ് ക്യാൻ മൂവ്. ഇവിടം മുതൽ ഇവിടം വരെയുള്ള നീളം വരെയുള്ള ഡിസ്റ്റൻസ് ഇതിന് കവർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടം വരെ ഇങ്ങനെ കവർ ചെയ്യും, തിരിച്ചിങ്ങോട്ട് ലൈക്ക് ദാറ്റ് വേ. ഓക്കെ, ഇനി ഇത് എത്രയൊക്കെയാന്ന് പറഞ്ഞാൽ ഓരോ തവണ ഇത് ഇങ്ങോട്ട് ഇവിടം മുതൽ ഇവിടം വരെ വരുന്ന സമയം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ദർ വിൽ ബി നോ ഡിഫറൻസ് അറ്റ് ഓൾ. The resting position B of the pendulum is known as the mean position. This One is the main complete position. to and fro movement of a pendulum about its mean position is ഓക്കെ, ദിസ് ഈസ് മെയിൻ പൊസിഷന്. ഇവിടെയാണല്ലോ ഇത് ഉണ്ടായിരുന്നത്. ഇനി ഇത് ഇങ്ങോട്ട് എയിലേക്ക് വരുന്നു, തിരിച്ച് ബിയിൽ വന്ന് സിയിലേക്ക് പോകുന്നു, സിയിൽ നിന്ന് തിരിച്ച് ബിയിലേക്ക്, ബിയിൽ നിന്ന് എയിലേക്ക്. സോ ഇത് എത്ര തവണ പോയെന്നാലും ഇത് എടുക്കുന്ന സമയം ഒരേ സമയം തന്നെ ആയിരിക്കും. known as an oscillation or vibration. The maximum displacement of the pendulum from its mean position is called amplitude. The time taken for one oscillation is known as the time period. Okay, oscillation means the time which it takes from here or the moment. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ പോകുന്നതിനെയാണ് ഈ ഓസിലേഷൻ എന്ന് പറയുന്നത്, ഓസിലേഷൻ മൂവ്മെന്റ്. ഓക്കെ, To show that the time period of a pendulum varies with the length of the pendulum, tie the hook of a bob to one end of a twine. Clamp the other end firmly between the gap of a split cork that is fixed to the clamp of a retort stand as shown here. Measure the length L from the middle of the bob to the lower edge of the split cork. Mark on the table the mean position of the pendulum as a reference point. Pull the bob
to one side and allow it to oscillate. Use a stop clock to record the time t taken to complete 10 oscillations. Now calculate the time taken for one oscillation. Repeat the experiment for different lengths. Plot a graph with t on x-axis and L on y-axis. Okay, നമുക്കത് ബാക്കി ഇതിനകത്ത് വരുന്നുണ്ട്. So when pendulum is at rest, it is in the mean position 0. If the bob is given a small push from its position of rest, the pendulum makes to and fro movements about its mean position. ഇതിന്റെ mean position നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിപ്പം കണ്ടതാണ് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന് മൂവ്മെന്റ് ഉണ്ടാകും. The time taken for 1 to and fro movement or 0 to A to 0 to B and back to 0 as shown in figure is always the same. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഓരോ തവണയും ഇതിന്റെ നമ്മൾ 0-യിൽ നിന്നും A to Z അല്ലെങ്കിൽ 0-യിൽ നിന്ന് A to B പോയി തിരിച്ചു വരുന്നതോടെ വരെ എടുക്കുന്ന സമയം എപ്പോഴും സെയിം ആയിരിക്കും. One couple is always the same for a fixed length of the string. The distance from the point where it is hung to the center of the bob is the length of the pendulum. അപ്പം നമ്മുടെ പെൻഡുലത്തിന്റെ ലെന്ത് എത്രത്തോളം ഉണ്ടോ ആ പെൻഡുലത്തിന്റെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന സ്ട്രിങ്ങിന്റെ ലെന്ത് ആണ്. ആ സ്ട്രിങ്ങിന്റെ ലെന്തിനനുസരിച്ചുള്ള ഡിസ്റ്റൻസ് ആണ് ഇതിന് കവറപ്പ് ചെയ്യാൻ പറ്റുന്നത്. One complete to and fro movement of the pendulum is called an oscillation. What is the meaning of to and fro? TO2 and fro, FRO എന്ന് പറഞ്ഞാൽ എന്താണ്? To and fro എന്ന് പറഞ്ഞാൽ അർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു മൂവ്മെന്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് ഇപ്പൊ നമ്മളുടെ ആ ചിത്രത്തിൽ കാണുന്ന പോലെ 0 to A ആൻഡ് എയിൽ നിന്ന് തിരിച്ച് 0-യിലേക്ക് അതിനുശേഷം ബിയിലേക്ക്, അതായത് A to Bയിലെ ഒരു റൗണ്ട് പോയി വരുന്നതാണ് ടു ആൻഡ് ഫ്രോ എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തവണ പോയി വരുന്നത് അതാണ്. So the complete to and fro movement of the pendulum is called an oscillation. Once if it goes up and it comes to and fro പോയി തിരിച്ചു വരുന്നത് അതിനാണ് ഓസിലേഷൻ എന്ന് പറയുന്നത്. The time taken by a pendulum to complete one oscillation is known as its ടൈം പീരിയഡ്. ഒരു തവണ ഇത് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരാൻ എടുക്കുന്ന സമയം നമ്മുടെ ക്ലോക്കിലൊക്കെയാണ് ശരിക്കും 1 സെക്കൻഡ് ആണ്. ആ 1 സെക്കൻഡ് ആണ് ഇതിന്റെ ടൈം പീരിയഡ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞ പോലെ ക്ലോക്കിലൊക്കെ അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ലെന്ത് കൂടുതൽ വലിയൊരു ക്ലോക്കാന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ അതിന്റെ ലെന്തിന് വ്യത്യാസം വരും സ്ട്രിങ്ങിന് അല്ലെ, പെൻഡുലം വലുതാകുമ്പോൾ അപ്പൊ അത് കറക്റ്റ് ആവത്തില്ല. അതുകൊണ്ട് സാധാരണ ക്ലോക്കിലെല്ലാം കറക്റ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. The time period of the simple pendulum can be changed by changing the length of the string. A pendulum of about 25 centimeter length takes exactly 1 second for 1 to and fro movement about its position of rest. Okay, in each clock, ഓരോ ക്ലോക്കിലും പെൻഡുലം കറക്റ്റ് ഇഫ് ഇറ്റ് ഇസ് ഇൻ 25 സെന്റിമീറ്റർ ആണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് എക്സാക്ട്ലി 1 സെക്കൻഡ് ടു കംപ്ലീറ്റ് 1 to and fro. അതായത് നമ്മുടെ പെൻഡുലത്തിന്റെ നീളം, അതിന്റെ സ്ട്രിങ്ങിന്റെ നീളം കറക്റ്റ് 25 സെന്റിമീറ്റർ ആണെങ്കിൽ ഒരൊറ്റ സെക്കൻഡും കൊണ്ട് ഒരു to and fro കംപ്ലീറ്റ് ചെയ്തിരിക്കും. അതായത് അങ്ങനത്തെ ക്ലോക്കില് 60 സെക്കൻഡ് എന്ന് പറയുമ്പോഴാണല്ലോ ഒരു മിനിറ്റ്. സോ ഇറ്റ് വിൽ ടേക്ക് 60 to and fro's in 1 minute. ഒരു മിനിറ്റിൽ 60 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പെൻഡുലം കറങ്ങി എത്തിയിരിക്കും 25 സെന്റിമീറ്റർ ആണെങ്കിൽ സാധാരണ. അതുകൊണ്ട് തന്നെ ക്ലോക്കുകളിലൊക്കെ കറക്റ്റ് എല്ലാ ക്ലോക്കിലും പിന്നെ പെൻഡുലത്തിന്റെ സ്ട്രിങ്ങിന്റെ നീളം എന്ന് പറയുന്നത് എത്രയായിരിക്കും? കറക്റ്റ് 25 സെന്റിമീറ്റർ ആയിരിക്കും, 25 സെന്റിമീറ്റർ. ഇഫ് ഇറ്റ് ഈസ് 20 സെന്റിമീറ്റർ ഇറ്റ് വിൽ നോട്ട് ടേക്ക് 1 സെക്കൻഡ് ടു കംപ്ലീറ്റ് വിതിൻ 1 സെക്കൻഡ്. അതായത് 1 സെക്കൻഡ് ആകുന്നതിന് മുന്നേ തന്നെ ഒരു to and fro കംപ്ലീറ്റഡ് ആയിരിക്കും. സോ ദ ടൈം വിൽ നോട്ട് ബി കറക്റ്റ് എക്സാക്ട്.
Then if it is 25 ന് പകരം if it is a 30 or 35 something like that way, it will take more than 1 second to complete one ഓസിലേഷൻ. ഒരു ഓസിലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1 സെക്കൻഡ് പോരായിരിക്കും. ഒരു 25 സെന്റിമീറ്റർ ആണ് കറക്റ്റ് അളവ്. ആ 25-ൽ കൂടുതലോ കുറവായാൽ ടൈമിൽ ഡിഫറൻസ് വരും. 25-ൽ കുറവാണെങ്കിൽ സെക്കൻഡ് എടുക്കുകയല്ല, 1 സെക്കൻഡ് എടുക്കുകയല്ല, ഒരു ടു ആൻഡ് ഫ്രോയ്ക്ക് അല്ലെങ്കിൽ ഒരു ഓസിലേഷന്. ബട്ട് ഇഫ് ഇറ്റ് ഈസ് എബവ് 25 ഇറ്റ് വിൽ ടേക്ക് മോർ ദാൻ 1 സെക്കൻഡ് ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. സോ ദെൻ ദ ടൈം വിൽ നോട്ട് ബി കറക്റ്റ്. സോ നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ പെൻഡുലം ഉള്ള ക്ലോക്ക് ഉണ്ടോ? ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല അല്ലെ, നിലവിൽ വർക്ക് അതല്ല. ഓക്കെ, അപ്പൊ അതിന്റെ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് കറക്റ്റ് 25, സാധാരണ എല്ലാ ക്ലോക്കിലും 25 ആയിരിക്കും. 25 ആണെങ്കിൽ എന്ത് സംഭവിക്കും? 1 സെക്കൻഡ് കൊണ്ട് ഒരു ഓസിലേഷൻ കറക്റ്റ് കംപ്ലീറ്റ് ചെയ്യും. അതിൽ കൂടുകയില്ല, കുറയുകയില്ല. This principle of the pendulum is used to make a pendulum clock. So ഈ പ്രിൻസിപ്പൾ ആണ് നമ്മളുടെ ക്ലോക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടി, പെൻഡുലം ക്ലോക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. Where the oscillation of the pendulum controls the movement of the hands of the clock. അപ്പൊ നമ്മൾക്കറിയാം, നമ്മുടെ സാധാരണ നമ്മുടെ വാച്ചിലും ക്ലോക്കിലും ഒക്കെ അതിന്റെ ടൈം കാണിക്കാൻ വേണ്ടി അതിന്റെ ഹാൻഡ്സ് ഉണ്ട് അല്ലെ, സൂചിയുണ്ട്. ആ സൂചി കൺട്രോൾ ചെയ്യുന്നത് ഈ പറയുന്ന പെൻഡുലത്തിന്റെ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് കറക്റ്റ് ടൈം ആയിരിക്കും. നെക്സ്റ്റ്, എ മെക്കാനിക്കൽ റിസ്റ്റ് വാച്ച് ഹാസ് എ ബാലൻസ് വീൽ ഇൻസ്റ്റെഡ് ഓഫ് എ പെൻഡുലം. സാധാരണ ഇപ്പൊ നമ്മുടെ കയ്യിൽ നിങ്ങൾക്കൊക്കെ വാച്ച് ഉണ്ടാകും അല്ലെ. വെയിറ്റ് 1 സെക്കൻഡ്. ഓക്കെ, സി റിസ്റ്റ് വാച്ചുകൾ, ക്വാർട്സ് വാച്ച്, റിസ്റ്റ് വാച്ച് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സാധാരണ യൂസ് ചെയ്യുന്ന വാച്ച്. അപ്പൊ ഹിയർ ഇൻസ്റ്റെഡ് ഓഫ് പെൻഡുലം വി ഹാവ് ഹാൻഡ്സ്. ഇവിടെ നമുക്ക് എന്താണുള്ളത്? ഈ പെൻഡുലത്തിന് പകരം ഇങ്ങനെ ഹാൻഡ്സ് ഉണ്ട്. ഈ ഹാൻഡ്സിൽ ഇതിന്റെ ഉള്ളില് സംഭവം എന്താ വെച്ചാൽ നമ്മൾ ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത്. ഒരു നിങ്ങളെ വാച്ചിന്റെ ഉള്ളില് ബാറ്ററി കണ്ടിട്ടുണ്ടോ? ഡു യു ഹാവ് വാച്ചസ് വിത്ത് യു? Do you have watches? Okay. Do you have? Okay. Then have you seen its batteries? ഇതിന്റെ ബാറ്ററി നമ്മൾ പറയല്ലോ, ഇതിന്റെ ചാർജ് തീർന്നാൽ ചിലപ്പോൾ വർക്ക് ആകാതിരിക്കുന്ന സമയത്തൊക്കെ. അപ്പം ആ ഇതിന് ഉള്ള സാധനം ബാറ്ററി പോലെ ചെറിയൊരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു കുഞ്ഞു സാധനമാണ് അല്ലേ. ഓക്കെ, ഹാസ് എ ബാലൻസ് വീൽ ഇൻസ്റ്റെഡ് ഓഫ് പെൻഡുലം വിച്ച് സെർവ്സ് ദ സെയിം പർപ്പസ്. അപ്പൊ ഇതിന് ഈ ബാറ്ററിക്ക് വരെ ഇവിടെ ഈ ക്ലോക്കിന്റെ ഇവിടെ ഇത് കറക്റ്റ് ഇത് റൗണ്ട് ഷേപ്പിലുള്ള ഇതായിരിക്കും അല്ലെ, ഇവിടെ ഈ നടുക്ക് വരുന്നത് ബാലൻസ് വീല്. അപ്പം ഇറ്റ് വിൽ വർക്ക് ആസ് എ പെൻഡുലം. പെൻഡുലത്തിന്റെ ജോലി പെൻഡുലം പോലെ അല്ലെങ്കിൽ ആദ്യം ചെയ്യുന്നതായിട്ടുള്ള കറക്റ്റ് ടൈമില് ഈ സാധനം എന്ത് ചെയ്യുന്നു? ഇവിടെ കറങ്ങിക്കോളും, അത് മൂവ് ചെയ്യിച്ചോളും. മനസ്സിലായോ? ഓക്കെ. ഇലക്ട്രോണിക് റിസ്റ്റ് വാച്ചസ് work on a different principle. These watches have a crystal of substance called quartz. ഇനി ഇലക്ട്രോണിക്കൽ ചിലതിനെ ഈ പറഞ്ഞ പോലെ ബാറ്ററി ഇടുന്നല്ല ഇലക്ട്രോണിക്. അപ്പൊ അതിനെ ഇലക്ട്രോണിക്കൽ watches have a crystals of a substance called quartz. These crystals can vibrate every fast and at every precise time. ഞാൻ അതിന്റെ ഒന്ന് വീഡിയോ എടുത്തിട്ടോ നോക്കട്ടെ.
കുറച്ച് ബിഗ് വൺ എടുത്താണ്. എല്ലാം സെയിം ആണ്, വാച്ചിലിന്റെ പോളിസീസ് എല്ലാം തന്നെ. ആൻഡ് these crystals can vibrate very fast and at very precise time. ഇതിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ അതിനൊരു ചാർജ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കുറെ നാൾ ഉപയോഗിക്കുക, ഒരു 5-8 മാസം കഴിയുമ്പോൾ അതിന്റെ ബാറ്ററി തീരും. നമ്മൾ പിന്നെ ഷോപ്പിൽ പോയിട്ട് അതിന്റെ ബാറ്ററി സെറ്റ് ചെയ്യുന്നു. സോ ദ ക്രിസ്റ്റൽ ക്യാൻ വൈബ്രേറ്റ് വെരി ഫാസ്റ്റ് ആൻഡ് അറ്റ് വെരി പ്രേഷ്യസ് ടൈം. അപ്പം കൃത്യമായ സമയത്ത് അതിനിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് അത് നമ്മളൊരു ഇതിന് സൂചി നീങ്ങുമ്പോൾ നമ്മൾ സൗണ്ട് കേൾക്കും അല്ലേ? ഓക്കെ. These vibrations are used to measure time accurately. The quartz clocks is much more accurate than the pendulum clock. ഇനി പെൻഡുലം ക്ലോക്കിനേക്കാൾ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള വാച്ച്. കാരണം പെൻഡുലം ക്ലോക്ക് ചിലപ്പോൾ സ്ലോ ആയെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന കുറച്ച് ഇത് വന്നു. പക്ഷെ ഇതിന്റെ ഈ നീഡിൽസ് ഇങ്ങനെ ടെക് 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 നമ്മൾ ശ്രദ്ധിച്ചാൽ കറക്റ്റ് 60 ടക് ടക് സൗണ്ട് വി ക്യാൻ ഹിയർ ഇൻ 1 മിനിറ്റ്. ഒരു മിനിറ്റിൽ നമുക്ക് കറക്റ്റ് 60 ടിക് ടിക്ക് കേൾക്കാൻ പറ്റും. ഈ നീഡിൽ അങ്ങനെ ചാടി ചാടി പോകുന്നത്. ഓക്കെ. നെക്സ്റ്റ്, അറ്റോമിക് ക്ലോക്സ് ആർ ദ മോസ്റ്റ് ആക്യുറേറ്റ്. ഞാൻ അത് കിട്ടുമോ നോക്കട്ടെ. Atomic clocks. See here, 19-07-02-28. Atomic clocks are the most accurate time measurement in atomic clocks are based on vibrations of atoms. ആറ്റത്തിന്റെ വൈബ്രേഷൻ അനുസരിച്ചാണ്. നീ എന്താ പറയുന്നത് ക്ലിയർ അല്ല. നീ പറയുന്നത് തുടങ്ങുമ്പോഴേക്ക് നീ വീഡിയോ അൺമ്യൂട്ട് ചെയ്തു, അല്ല അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ തുടങ്ങുന്ന പകുതി തന്നെ നീ മ്യൂട്ട് ചെയ്ത് വെക്കും. ക്ലിയർ ഇല്ല മന്നെ പറഞ്ഞത്, മനസ്സിലായില്ല? പണ്ടത്തെ മോഡലാണ്. ആ പണ്ടത്തെ മോഡല്. Okay, so atomic clocks are the most accurate. ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം മെഷർമെന്റ്സ് ഇൻ ആറ്റോമിക് ക്ലോക്സ് ആർ ബേസ്ഡ് ഓൺ വൈബ്രേഷൻസ് ഓഫ് ആറ്റംസ്. ആറ്റത്തിന്റെ വൈബ്രേഷൻ അനുസരിച്ച് ആയിരിക്കും അതിനകത്ത് കറക്റ്റ് ടൈം. These vibrations are very regular and atomic clocks are accurate to 1 second in 3000 years. So at 3000 years-ൽ 3000 years വരെ ഒരു സെക്കൻഡിന് പോലും ഡിഫറൻസ് ഇല്ലാതെ കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാക്കും സിനിമയിലൊക്കെ, ബോംബൊക്കെ വെച്ചിട്ട് ടൈം ബോംബ് വെച്ചിട്ട് അല്ലേ, അത് ആ കറക്റ്റ് ടൈമിൽ ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും പൊട്ടിത്തെറിക്കും അല്ലെ. നമ്മള് മരട് ഫ്ലാറ്റ് പൊളിക്കുന്ന കണ്ടായിരുന്നു. ഹാവ് യു സീൻ ദാറ്റ് വിഷ്വൽസ് ആൻഡ് കണ്ടു? ഓക്കെ. അതിന്റെ നമ്മൾ 10 സെക്കൻഡിനുള്ളിൽ കഴിയും എന്ന് പറഞ്ഞ് അങ്ങനെ കാത്തുകാത്തിരുന്ന് അവരുടെ സൈറൻ കൊടുത്ത് കറക്റ്റ് അവര് 10, 9, 8 എന്ന് പറഞ്ഞ് കറക്റ്റ് 1-ലെത്തിയിരിക്കും ഫ്ലാറ്റ് പൊട്ടി അല്ലേ. അത് അവിടെയൊക്കെ ഉപയോഗിക്കുന്ന ഈ തരത്തിലുള്ള ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ടൈമിംഗ് ആണ്. ഓക്കെ. സോ ഒരു 1-2 ദിവസമല്ല, 3000 years വരെ ഒരു 1 സെക്കൻഡിൽ പോലും ഡിഫറൻസ് ഇല്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് അറ്റോമിക് ക്ലോക്സ്. ഫൈൻഡ് ഔട്ട് വിച്ച് ഓർഗനൈസേഷൻസ് ഇൻ ഇന്ത്യ ഹാവ് അറ്റോമിക് ക്ലോക്സ്. ഇന്ത്യയിലെ ഏതൊക്കെ ഓർഗനൈസേഷൻ ആണ് അറ്റോമിക് ക്ലോക്സ് ഉപയോഗിക്കുന്നത്? നമുക്കൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം.
Which organizations of India have atomic clocks? Indian Space Which organizations of India uses atomic clocks? Indian Space Research Organization or ISRO has developed an atomic clock that will be used in navigation satellites to measure precise location data. Okay, ISRO ഉണ്ടാക്കിയത് നമ്മുടെ നാവിഗേഷണൽ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം നിങ്ങളിങ്ങനെ ഈ സാറ്റലൈറ്റ് ഒക്കെ വിടുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അല്ലേ? When they launch the satellites and all, correct, exactly 10, 9, 8, 1 എന്ന് എത്തുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു? Rockets will be launched, isn't it? So അവിടെയൊക്കെയാണ് ഇങ്ങനത്തെ ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റോപ്പ് വാച്ച് നിങ്ങളുടെ എല്ലാം മൊബൈൽ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ? A stopwatch is used for measuring short intervals of time accurately. ഇപ്പൊ നമ്മളിപ്പോ ഒരു റണ്ണിങ് കോമ്പറ്റീഷൻ വെക്കുകയാണ്. റണ്ണിങ് കോമ്പറ്റീഷൻ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2 കുട്ടികൾ 3 കുട്ടികൾ ഒരേ സമയത്ത് ഓടിയെത്തുന്നത്. പക്ഷെ അതിൽ ഫസ്റ്റ് കൊടുക്കണം, സെക്കൻഡ് കൊടുക്കണം, തേർഡ് കൊടുക്കണം. നമ്മളിവിടെ സ്കൂളിലൊക്കെ നടത്തുമ്പോൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഏകദേശം വന്നാൽ 2 ഫസ്റ്റ് അല്ലെങ്കിൽ 3 ഫസ്റ്റ് അങ്ങ് കൊടുത്തേക്ക് ഒഴിവാക്കും അല്ലേ? പക്ഷേ if we go to Olympics and all or athletic meets and all, നമുക്കറിയാം it is not possible. അത് which will lead to a big conflict. വലിയ വഴക്കിലേക്ക് വഴിതെളിക്കും. കാരണം നമ്മുടെ സ്കൂളിലൊക്കെ നടത്തുന്ന ഒരു ചെറിയ കോമ്പറ്റീഷൻ പോലെയല്ല അവിടെ വലിയ വേൾഡ് വൈഡ് നടത്തുന്ന കോമ്പറ്റീഷൻസ് ഒക്കെ. അപ്പൊ അവിടെ കറക്റ്റ് ടൈം വേണം അല്ലെ? അവിടെ നമ്മൾ സ്റ്റോപ്പ് വാച്ച് വെച്ച് കറക്റ്റ് പൊസിഷനിൽ കറക്റ്റ് എത്ര മണിക്ക് അവർ എത്തുന്നു എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാറുണ്ട്. A stopwatch is used for measuring short intervals of time accurately. Nowadays, several digital watches available in the market can also be used as stopwatches. Many of these digital watches do not have hour, minute or second hands. They display time in digit. അപ്പം നമ്മുടെ പലരുടെയും ക്ലോക്കിന് പല ടൈം ആയിരിക്കും. പക്ഷെ ഈ ഡിജിറ്റൽ വാച്ചിന് ഡിജിറ്റൽ ആയിരിക്കും, കറക്റ്റ് ഡിജിറ്റൽ ആയിട്ടുള്ള ടൈം ആയിരിക്കും. അതുകൊണ്ട് സ്റ്റോപ്പും അതിനകത്ത് മണിക്കൂറുകളും അല്ലെങ്കിൽ മിനിറ്റ്സും സെക്കൻഡ്സും ഒക്കെ ഒന്നും ഉണ്ടായെന്നും വരികയില്ല. അപ്പൊ എക്സാക്ട് ടൈം വി ക്യാൻ സീ ബൈ ഡിജിറ്റൽ മെത്തേഡ്. ഓക്കെ, അപ്പൊ അത്രയും നമ്മള് ക്ലോക്കിനെ കുറിച്ചും ടൈമിനെ കുറിച്ചും പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്പീഡാണ്. ദാറ്റ് വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. Last finally only Dia is left out. Others have been moved from the class, isn't it? Okay. Shall we wind up, Dia? Okay, bye-bye.